ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കുന്നല്ലോ. സകല വിഷയത്തിന്റെ മേൽ ദൈവം നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം, ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയ നന്മകൾ കർത്താവ് ചെയ്യും എന്ന വിശ്വാസത്തോടെ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഇന്നലെ നമുക്ക് കുറച്ചു നേരം, എനിക്ക് തോന്നുന്നു ഏകദേശം 6 മണിക്കൂറോളം തുടർച്ചയായി ആരാധനയിലും അന്യഭാഷയിലും തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കി. പങ്കെടുത്ത കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അന്യഭാഷ വരവുള്ളവർ, അവസരം ലഭിച്ചിട്ടും പങ്കുചേരാത്തവരുണ്ട്. അപ്പം നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വലിയ പകർച്ചകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്കൊരു മാനുഷിക രീതിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലേ. എന്നാൽ അതിനെ കൂടുതൽ കവിയുന്നതിൽ കുറച്ച് കൂടുതൽ അധികം സമയം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നടത്തിപ്പിക്കുന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് നോക്കുക, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ഇരുന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കൂടിപ്പോയാൽ 15 മിനിറ്റോ 1 മണിക്കൂറോ, മാക്സിമം പോയാൽ 1.5 മണിക്കൂർ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ അതിൽ കൂടുതൽ ഒരു പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ മിസ്സാക്കരുത്. അതുകൊണ്ട് 7 മണിക്കൂർ ഉണ്ടായിരുന്നല്ലേ. കർത്താവ് സഹായിക്കട്ടെ. സഹോദരി ഇപ്പം മെസ്സേജ് ഇട്ടല്ലോ. 7 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള അന്യഭാഷ പ്രാർത്ഥനയായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്ന സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല ക്ലിയർ ആയിരുന്നു. വരും ദിവസങ്ങളിൽ അത് ക്ലിയർ ചെയ്യും. ലൈവിൻ്റെ സൗണ്ട് അത് അവിടുത്തെ കുറച്ച് നെറ്റ്വർക്കും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആവശ്യം വന്നിരുന്നു. കുറേ എക്യുപ്മെൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ വീടിൻ്റെ അകത്ത് ചെയ്യുന്നതല്ലോ, പുറത്ത് ചെയ്യുമ്പോൾ. എങ്കിലും കർത്താവ് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൽ പങ്കുചേരുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അത്രയും സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അത്രയും മണിക്കൂർ 7 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തവരുണ്ട്. നിൽക്കാതെ തുടർച്ചയായിട്ട് അതിൽ പങ്കുചേർന്നവരുണ്ട്. ഇടയ്ക്ക് വന്നു പോയവരുണ്ട്. എന്നാൽ കർത്താവിൽ ഞാൻ വരാത്തവരുണ്ട്. പക്ഷെ വന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു പകർച്ച. കാര്യം എനിക്കത് ആത്മാവിൽ അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഒരുക്കിയെടുക്കും. ബൈബിളിൽ പറയുന്നു, പൗലോസും ശീലാസും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെറുതെ ഇരുന്നതല്ല, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പുണ്ടായി. എൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുക എന്നൊരു അരുളിപ്പാടുണ്ടായി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നഷ്ടമല്ല, അത് വലിയ അനുഗ്രഹമാണ്. മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഓർക്കും, വേണ്ട, എത്രയോ സമയങ്ങൾ നമുക്ക് വേറെ എന്തെല്ലാം കാര്യം ചെയ്യാം അല്ലേ. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവസന്നിധി ഞാൻ നന്ദി പറഞ്ഞു, നിങ്ങൾക്കല്ല ഞാൻ നന്ദി പറഞ്ഞു, ദൈവസന്നിധി നന്ദി പറയുന്ന കാര്യം. ക്ഷമയോടെ അത്രയും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടും സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ അത് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതിഫലം കർത്താവ് തരും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അത് സാക്ഷ്യമാക്കി തന്നെ മാറ്റും. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ഗ്രൂപ്പുകളിൽ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇന്നലെ കുറേ ആൾക്കാർക്ക് തുരുതുരാന്ന് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു, പ്രാർത്ഥനയില്ല പ്രാർത്ഥന. ഇപ്പം നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്നു അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അത്രയും നേരം ഏകദേശം കഴിഞ്ഞപ്പം ഏകദേശം 4 മണി 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാതെ പലരും ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, പ്രാർത്ഥനയില്ലേ 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 എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേഷൻ വരും. അങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ നമുക്ക് വേറെ പ്രാർത്ഥനകൾ വരുന്നതല്ല.
പിന്നെ നിങ്ങൾക്ക് ഈ പുതിയതായിട്ടൊക്കെ ജോയിൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഈ നമ്പർ സേവ് ആക്കാത്തതുകൊണ്ട് വാട്സാപ്പിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പ്രെയർ ലിങ്ക് വരും. അപ്പോൾ ചിലരിങ്ങനെ മെസ്സേജ് വരും, ബ്രദറെ ഞാൻ ഓൾറെഡി പ്രെയറിലുള്ളതാണ്, പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന മെസ്സേജാണത്. നമ്മുടെ പ്രെയർ ലിങ്ക്, പ്രെയർ ലൈൻ നമ്പരും എല്ലാം കൂടെ വരുന്നതാണത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അത് കുറച്ചും കൂടെ കാര്യം, ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നത് 10, 100, 200 ആളുകൾ മേളിൽ പ്രാർത്ഥനാ സഹായത്തിന് വിളിക്കുന്നുള്ളത് കൊണ്ട് ഈ ആൾക്കാർക്ക് എല്ലാ ദിവസവും പ്രെയർ ലിങ്ക് അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ആളുകൾ മെസ്സേജ് അയക്കും തോറും അതിനെന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാതെ പ്രെയറിലുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കണം, നിങ്ങൾക്കും ചിലപ്പോൾ ആ മെസ്സേജ് വന്നെന്നിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട, മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ മതി. പുതിയ ആൾക്കാർക്ക് വേണ്ടി സേവ് ചെയ്യാത്തതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ വചന സന്നിധിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രാർത്ഥനയെപ്പറ്റി തന്നെയാണ് പിന്നെയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ കൂടുതലും മാക്സിമം സമയം ഒരു ബ്രേക്കായിട്ട് എടുത്തില്ല, കാരണം ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് വരാതെ മാക്സിമം ഞങ്ങൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പൊതുവെ ഒരു ബ്രേക്ക് എടുത്താൽ, ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും അത്ര ദാഹിക്കുകയോ വിശക്കുകയോ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ ഓരോരുത്തർ പോയി ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കോഫിയോ കുടിച്ചുകൊണ്ടിരുന്നു. അതായത് പോയി ഒരു ബ്രേക്ക് എടുത്തിട്ട് പോയി പിന്നെ ഒരു ലഞ്ച് കഴിക്കുകയോ അങ്ങനെ ഒരു സംവിധാനം ഇന്നലെ ഇല്ലായിരുന്നു. ഒരു കോഫിയോ സ്നാക്സോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തർക്ക്, അത് ആർക്കാണോ ദാഹിക്കുന്നത്, ആർക്കാണോ പെട്ടെന്നൊരു വിശപ്പുണ്ടാകുന്നത്, അങ്ങനെയുള്ളവർക്ക് മാത്രം ഒരു സ്നാക്സ് വെച്ച് എല്ലാവരും ദൈവകൃപയിൽ കുറച്ച് പേരേ ഉള്ളൂ, ഞങ്ങൾ ചുരുക്കം പേരേ ഉള്ളായിരുന്നു. പക്ഷേ അവരെല്ലാം അതേപോലെ തന്നെ ആ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. അവരെല്ലാം അതേപോലെ തന്നെ അനുസരിച്ചു. വലിയൊരു അഭിഷേകത്തിൻ്റെ വലിയൊരു പകർച്ച അവിടെ ഉണ്ടാകാൻ ഇടയായിത്തീർന്നു. ഞാൻ വിശ്വസിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ടുകൾ കാണും. അന്യഭാഷയ്ക്ക് അത്രയും ശക്തിയുണ്ട്. ഇന്ന് അന്യഭാഷ വരത്തെപ്പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യം. ഞാൻ അന്യഭാഷയുടെ ഗുണങ്ങളെപ്പറ്റി, എല്ലാവരും അന്യഭാഷ വരം നിങ്ങൾ പ്രാപിക്കണം, ഒഴിയാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അന്യഭാഷ വരം വേണം. നമുക്ക് നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല ജോലി വേണം, നല്ല തലമുറകൾ വേണം, നല്ല സമ്പദ് വ്യവസ്ഥ വേണം. അതിനേക്കാൾ ഉപരി ഇതെല്ലാം നമുക്ക് വേണം. അതിനേക്കാൾ ഉപരി നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, അതിനേക്കാൾ ഉപരി നിങ്ങൾ പ്രയത്നിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കേണ്ടത് അന്യഭാഷ വരവാണ്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മളൊന്ന് പറയാൻ വേണ്ടി പോവാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, നിങ്ങൾക്കോ ഇനി ഏറെ കഴിയും മുമ്പേ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനം നമുക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവർ അവനോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ശമര്യയിലും യഹൂദയിൽ എല്ലായിടത്തും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഒരു നിമിഷം, ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഞാൻ മൈക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് സൗണ്ട് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തതാണ്. ആമേൻ. ഇപ്പൊ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സഭയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസ ജീവിതത്തിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ യേശുവിലേക്ക് വന്നു, അപ്പം ഞാൻ മറ്റേതെങ്കിലും ഒരു മതത്തിൽ ജീവിച്ച വ്യക്തിയെ പോലെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നു, ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വരുന്നു. ഒരിക്കലുമല്ല. ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം ഒരു മാർഗമാണ്.
യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു മാർഗമാണ്, ക്രിസ്തുവിലുള്ള ഒരു വഴിയാണ്. ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കണം, യെരുശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഇത് കർത്താവ് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വചനപ്രകാരം ശക്തി വന്നിരുന്നില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി അവരെല്ലാവരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. നോക്കി, എന്തിനാണ് അന്യഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി അവർ തുടങ്ങിയത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുന്നതിന്റെ ഒരടയാളമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു എന്നതിന്റെ അടയാളമാണ് അന്യഭാഷാ വരം. അപ്പൊ അന്യഭാഷാ വരം ലഭിച്ചവർക്ക് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ? ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി ദാനങ്ങളെ തരും. യേശുവിനെ കർത്താവ് എന്ന് ആർക്കാണോ വായുകൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുന്നത്, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നോക്കി, ആ വാക്ക് നോക്കി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവർക്ക് ശക്തി ലഭിച്ചിട്ട് ആ പരിശുദ്ധാത്മാവ് അവർക്ക് എന്തു കൊടുത്തു? ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, സംസാരിക്കാൻ നൽകിയതുപോലെ അവർക്ക് അന്യഭാഷ കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ? ഒരാളൊന്ന് പറഞ്ഞ്, എന്താണ് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ? ഭാഷ എന്താണ്? ഭാഷ നമ്മൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഭാഷ എന്ന് പറയുന്നത്, അല്ലെ? പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നാൽ നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ അറബി രാജ്യത്തോ മറ്റേതെങ്കിലുമൊക്കെ ഫ്രഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഭാഷ അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവർ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? അവരുടെ ഭാഷയിൽ ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൽ പറയും. പക്ഷെ അവർ തമ്മിൽ എന്താവും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ഒന്നും മനസ്സിലാകാതെ ആ സംഭാഷണം ദുഃഖത്തിന്റെ സംഭാഷണമായി തീരും. അപ്പൊ എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഭാഷ. ഇവിടെ നിങ്ങൾ നോക്കിയേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ. ഇനി അന്യ എന്ന വാക്ക്, അതർ എന്ന വാക്ക് മാറ്റിയിട്ട് ലാംഗ്വേജ് എന്ന വാക്ക് മാത്രം ഞാൻ എടുക്കുവാണെങ്കിൽ അന്യഭാഷ. അത് അന്യ എന്നുള്ള വാക്കുമായിട്ട് ഭാഷ സംസാരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് അവർക്കൊരു ഭാഷ കൊടുത്തു. അപ്പൊ ഈ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭാഷ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാ? അതായത് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇവരുടെ ഉള്ളത്തിൽ ഒരു ഭാഷ കൊടുത്തു. ഇനി നമുക്കറിയാം, ബ്രിട്ടീഷുകാര് ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് മലയാളമോ ഹിന്ദിയോ അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഭാഷ നമ്മളെ പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇംഗ്ലീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു? പല രാജ്യത്തിൽ ഇവർ കോളനികൾ സ്ഥാപിച്ചു. ലോകത്തിൽ മുഴുവൻ അവരെന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്ന ഭാഷ ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. ഹിന്ദിയോ മറ്റു മലയാളം ഭാഷകളോ ലോകത്തിൽ വ്യാപിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലോകത്തിൽ ഇതുപോലെ യാത്ര ചെയ്തിട്ടില്ല. ഇവരെന്ത് ചെയ്തു? ലോകത്തിൽ മുഴുവൻ യാത്ര ചെയ്ത് ഇവരുടെ കോളനികളെ സ്ഥാപിച്ചു, ബ്രിട്ടീഷ് കോളനികളെ സ്ഥാപിച്ചു. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം? പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവർ ഓരോ രാജ്യത്തും പോയി ഓരോരുത്തരുടെ ഭാഷ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഷ അവർ ലോകത്തിൽ പഠിപ്പിച്ചു. നോക്കിക്കേ, അവർ ഹിന്ദിയോ മറാത്തിയോ കന്നഡയോ തമിഴോ മലയാളമോ എല്ലാ ഭാഷയും പഠിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഭാഷ അവരെന്ത് ചെയ്തു? പഠിപ്പിച്ചു. അങ്ങനെ ലോകം മുഴുവൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഭാഷ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെ നമുക്കുണ്ടല്ലേ. അങ്ങനെ പലയിടങ്ങളിൽ പോയി ഇവരുടെ ഭാഷ സംസാരിക്കും. ഇതിനു വേണ്ടി എന്നറിയാവോ? അവർക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ.
അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നിട്ട് നിങ്ങൾക്ക് ശക്തി തന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരു ലാംഗ്വേജ് തരുന്നുണ്ട്. അതാണ് അന്യഭാഷ. 3 തരം അന്യഭാഷയുണ്ട്. നാഗാലാൻഡ് അല്ലേ, സിസ്റ്റർ സെലീൻ സിസ്റ്റർ ആയിട്ടുണ്ട്. നാഗാലാൻഡ് മുഴുവൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ആമേൻ. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് 3 തരം അന്യഭാഷ പരിശുദ്ധാത്മാവ് തന്നു. ഒന്ന് മനുഷ്യന്റെ ഭാഷ. നോക്കിയേ, മനുഷ്യന്റെ ഭാഷ, പലവിധ ഭാഷകൾ. 2 ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ. 3 ദൂതന്മാരുടെ ഭാഷ. അപ്പൊ ഈ 3 ലാംഗ്വേജുകൾ ഒറ്റ അഭിഷേകത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് അന്യഭാഷ? ഭാഷ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഭാഷയാണ് അന്യഭാഷ. അപ്പൊ നിങ്ങൾ ഇതിക്ക് ബ്രദറെ, മലയാളത്തിൽ പറഞ്ഞാൽ കർത്താവിന് മനസ്സിലാകത്തില്ലേ? ഇവിടെ നോക്കിയേ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് അന്യഭാഷ ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ കാരണം ഇത് സീക്രട്ട് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോൾ, ഞാൻ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വേറെ ഭാഷക്കാർ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മലയാളികളെ കാണുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. അപ്പൊ വേറെ ഭാഷക്കാരും വായും പൊളിച്ച് നിന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങൾ എന്നെപ്പറ്റി വല്ല ആണോ പറയുന്നത്? ചിലപ്പോൾ അവരിങ്ങോട്ട് ചിലപ്പോൾ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ലാംഗ്വേജ് ഉപയോഗിക്കണം. കാരണം അവൻ അങ്ങനെ ചോദിക്കുന്ന കാര്യം, നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 2 മലയാളികൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ അവന് മനസ്സിലാകാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് പറയും, നിങ്ങൾ എൻ്റെ ഭാഷ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ സംസാരിക്കുക. എന്തിനാ അവൻ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവവും തിരിച്ചു സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത ലെവലിൽ പറയാം. അപ്പൊ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നതെങ്കിൽ ദൈവം തിരിച്ചും സംസാരിക്കും. ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഭാഷയാണ് അന്യഭാഷ. അപ്പൊ എത്രത്തോളം ദൈവത്തോട് സംസാരിക്കുന്നു അത്രത്തോളം മർമ്മങ്ങളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുക. എന്താ മർമ്മം എന്ന് പറഞ്ഞാൽ? മറഞ്ഞിരിക്കുന്നതാണ് മർമ്മം. മറഞ്ഞിരിക്കുന്നത്, വെളിപ്പെട്ട് നിൽക്കാത്തത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തുറക്കുവാൻ സഹായിക്കുന്നതാണ് അന്യഭാഷ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലവും ഇല്ലാതിരിക്കുക, ബ്രദർ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു, എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല, അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. ഞാൻ എല്ലാ ദിവസവും ബ്രദറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിരുന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെ മുഴുവൻ പറയാറുണ്ട് ബ്രദറെ. മലയാളത്തിലല്ലേ പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ സ്പിരിച്വൽ വാർഫെയർ, പിശാചിന്റെ തന്ത്രങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തിരിക്കുന്ന, അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത്, നമ്മൾ നാവ് കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നതിനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് നമ്മൾ ചിലർ പറയാറില്ലേ, ഈ ചിലർക്ക്, ഒത്തിരി ആൾക്കാർക്ക് ഈ രോഗം വരുന്നതിൻ്റെ പിന്നെ, ഞാൻ എല്ലാവരെയും അല്ല പറയാം, ചിലരുടെ പിന്നെ രോഗം വരുന്നതിൻ്റെ കാരണം പലരും വിശ്വാസത്തിൽ നിങ്ങൾ ശക്തമായിട്ട് വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും, അറിയാവോ? തുടർച്ചയായി വചനം കേൾക്കുന്ന ഒരു വ്യക്തി, വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, വചനം ഏറ്റുപറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി നാവിനെ ശരിക്കും സൂക്ഷിക്കണം. കാര്യം നിങ്ങളുടെ അകത്ത് ഒരു പ്രത്യേക എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായി വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്കകത്ത് ഭയങ്കരമായ വചനത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക. എന്തോ മാരക രോഗം എനിക്ക് വരാൻ പോയി, ഒരു തോന്നല്, എനിക്കറിയത്തില്ല, എന്തൊക്കെയോ രോഗം എനിക്ക് വരാൻ വേണ്ടി ഉണ്ടോ എന്നൊരു സംശയം. ഇങ്ങനെ ഒരു തോന്നലുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് റിലീസായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന എനർജി, ആ വിശ്വാസത്തിന്റെ ശക്തി, ബൈബിൾ പറയുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. ചിലർ പറയത്തില്ലേ, എനിക്ക് എന്തോ ഒരു രോഗം വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുക, സംഭവിക്കുക, എനിക്ക് എന്തോ രോഗമുണ്ട്. നിങ്ങളുടെ വിശ്വാസം പോലെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ സംഭവിക്കുമോ? നിങ്ങൾ ഈ വചനം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ അകത്തൊരു പവർ വ്യാപരിക്കുന്നുണ്ട്. തുടർച്ചയായ ഒരു വചനം ഒരു വ്യക്തി കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്കകത്തൊരു എനർജി നടക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ വാക്കുണ്ട്, അപ്പോൾ ഒരു വാക്കുണ്ടോ. അപ്പൊ നാവെടുത്ത് അകത്ത് തീ കത്തിയവൻ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം അവന്റെ നാവിലൂടെ ആ ശക്തി വ്യാപരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. സൂക്ഷിക്കണം, എപ്പോഴും സൂക്ഷിക്കണം. നോക്കി, ഇവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. നോക്കി, ആരും തിരിച്ചറിയുന്നില്ല. അപ്പൊ ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷയിലാണ് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കേണ്ട. കാര്യം എന്നറിയാവോ, വലിയ മർമ്മങ്ങൾ തിരിച്ചറിയുമ്പോൾ പിശാചിനോ, നിങ്ങൾ എത്ര അന്യഭാഷ സംസാരിക്കുന്നു അത്രയും പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്യുവാൻ പോകുന്നതെന്ന് ഒരിക്കലും അവന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അവന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കി, അടുത്ത വാക്യം ഞാൻ പറയാം. റോമാലേഖനത്തിൽ പറയുന്നു, ആവണ്ണം തന്നെ, നമുക്ക് എപ്പോഴും എടുക്കുന്ന വാക്യല്ലേ, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നോക്കിയേ, അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പറയാം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിന്റെ ചിന്ത ഇന്നത്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ദൈവം അപ്ഡേറ്റ് ചെയ്യും, ദൈവഹിതം വെളിപ്പെടുത്തും. നിങ്ങൾ നോക്കിയേ, ഇതാണ് ഈ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് പ്രവചിക്കുന്നവനോ ആത്മീയ വർധന വരുത്തുന്നു, പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കും. നോക്കിയേ, ഇവിടെ നിങ്ങൾ അന്യഭാഷയിൽ പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നത്? അന്യഭാഷ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ ചിന്തകളായി നമ്മളിലേക്ക് ദൈവത്തിന്റെ പദ്ധതികളെ തുറന്നു വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പ്രവചനമായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ടെസ്റ്റുമണി തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്രവചനം കേട്ടത് നിവൃത്തിയായ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേരത് കേട്ടായിരുന്നു? ഒരാളെ കേട്ടുള്ളൂ. കേട്ടു. അത് കേൾക്കുന്നത് അനുഗ്രഹമാണ്, കേൾപ്പിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. എൻ്റെ അകത്തൊരു സഹോദരി കഴിഞ്ഞ ദിവസം പറയാനിടയാ തുറന്ന്, എന്നെ പേരൊക്കെ മറന്നുപോയി. ആ ഒരു കുറെ കാലം മുമ്പ് ആ ഒരു വീട്, ആ വീടിന്റെ പൊക്കപ്രദേശമാണ്, ആ വീടിന്റെ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ അവിടുന്ന് മാറിപ്പോയി. പക്ഷെ വീടിന്റെ അകത്ത് കർത്താവ് നിങ്ങളെ കുറെ കാലങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ മനസ്സിൽ ഒത്തിരി വേദനിച്ച് മുറിവേറ്റായിരുന്നു. എന്നാൽ ദൈവം വീണ്ടും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ പേര് വെളിപ്പെടുത്തി, ഞാൻ പേര് ഓർക്കുന്നില്ല, കുറച്ച് ദിവസം മുമ്പാണ്. അപ്പൊ ആ സഹോദരി അത് റെസ്പോണ്ട് ചെയ്താൽ എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു, ആ പ്രവചന ആലോചന? ഒരു മിനിറ്റ്. ആ സിസ്റ്റർ ഏതായിരുന്നു? അല്ല സിസ്റ്റർ, ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കർത്താവ് തൊടുന്നു എന്നാ പറഞ്ഞത്. ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ ആ സഹോദരി പ്രതികരിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ കേട്ടു. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് 20 വർഷം മുമ്പ് 16 വർഷം മുമ്പ് അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അവർ മാറി താമസിച്ചതാണ്. അപ്പൊ ആ സഹോദരി എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഞങ്ങളെ സഹോദരന്റെ അനിയന്റെ ഭാര്യയുടെ പേരായിരുന്നു ആ വീടിന്റെ അകത്ത് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പൊ അവരവിടുന്ന് മാറി താമസിച്ചു. എന്നാൽ കർത്താവ് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പോകുന്നു എന്ന് ഇടപെടുവാൻ ഇടയത്തുന്നു. അപ്പൊ ഞാൻ ആ സഹോദരി സൂമിൽ കയറാൻ എത്ര നാളായി? 1 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഇത് 10-16 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പം ഈ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് 2025 4 ദിവസം മുമ്പാണ് ഈ പ്രവചന ആലോചന സഹോദരി കേൾക്കാൻ പോകുന്നത്. 2 കാര്യമാണ്. ഒന്ന്, 16 വർഷം, എത്ര സിസ്റ്റർ ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? എത്ര വർഷം മുമ്പായിരുന്നു നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ച സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? ആ സഹോദരി സിസ്റ്ററുടെ പേര് പറഞ്ഞത് എന്റെ അനിയത്തിയായിരുന്നു അത് പറഞ്ഞത്. അവൾക്ക് കിട്ടാത്ത കാരണം അവള് കേറിയിട്ടില്ല. ഒരു മിനിറ്റ്, എത്ര വർഷം മുമ്പായിരുന്നു? 20 വർഷം മുമ്പെന്നാ പറഞ്ഞേ. 20 വർഷം. ഓക്കെ, ഞാൻ ആ വർഷം കിട്ടാൻ വേണ്ടിയാ. ഓക്കെ, മതി. എനിക്ക് ആ വർഷം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ 20 വർഷം മുമ്പ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആ വീട്ടിൽ 20 വർഷം മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് ആ സഹോദരി എവിടുന്ന് വിളിക്കുന്നതാണോ പേര് പോലും ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം.
അപ്പൊ ആ സഹോദരി ആരാന്നോ 20 വർഷം മുമ്പ് ആ സഹോദരിയുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടന്നു വന്നോ, എന്താണ് സംഭവിച്ചതെന്നോ, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയത്തില്ല. അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരു സൂം പ്രയറിനകത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുന്നു. ആ സഹോദരി പറഞ്ഞു, ഞാനായിരുന്നു ബ്രദറെ അത്, ഞങ്ങൾ 20 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. ആ വീടിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾ ഇപ്പം ഇന്ന ആൾ, ആ പേര് എനിക്ക് ഷൈന എന്നൊരു പേരാണ് വെളിപ്പെട്ടത്. ആ വ്യക്തി ഇന്ന് ആ വീട്ടിലുണ്ട്, സഹോദരന്റെ ഭാര്യയാണത്. കണ്ടോ എങ്ങനെ മനസ്സിലായി ബ്രദറിന്? അത് എങ്ങനെ മനസ്സിലായി? 2, ഇനി അത് വീണ്ടും കർത്താവ് പറയുന്നത്, വീണ്ടും നിങ്ങളെ അനുഗ്രഹമായി അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അപ്പൊ സഹോദരി പറഞ്ഞു, സാധ്യതകൾ വളരെ കുറവാണ്, വലിയ പ്രതിസന്ധി. ഓക്കെ, അതങ്ങനെ പോട്ടെ. അപ്പൊ എങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആത്മാവും പരിശുദ്ധ ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാലകമാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. നിങ്ങളിൽ എല്ലാവരിലും ഇതുണ്ട്, നിങ്ങളിലും ഉണ്ട്, എന്നിലും ഉണ്ട്, എല്ലാവരിലും ഇതുണ്ട്. നമ്മൾ പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിരിക്കുന്നത് രക്ഷിക്കപ്പെടണം, വിശ്വസിക്കണം, സ്നാനപ്പെടണം, സഭയിൽ വരണം, പ്രാർത്ഥന കേൾക്കണം, പള്ളിയിൽ പോകണം, കടഭാരം, ഞെരുക്കം, ദുരിതം, വേദന, കണ്ണുനീരുമായിട്ട് ജീവിക്കണം, നിത്യതയിൽ പോകണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുക. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ് യേശു പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും എൻ്റെ സാക്ഷികളാകും, ലോകം മുഴുവനും എൻ്റെ സാക്ഷിയാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്റർനാഷണൽ കോളിംഗ് ഉള്ള വ്യക്തി. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കൈമാറുക. നിങ്ങളുടെ വീട്ടിൽ അനേകര് വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി പോകും. ആമേൻ പറഞ്ഞൊന്ന് ഏറ്റെടുത്തേ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ അനേകര് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്, ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് അനേകർക്ക് ഒരു ആശ്വാസവും അനുഗ്രഹമാകാൻ വേണ്ടി പോവാ. അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാൻ വേണ്ടി പോവാ. ആമേൻ. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, ഇങ്ങനെ ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം. ഇപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ എന്റെ വിഷയം കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നാൽ മതി ബ്രദറെ, ആരും വന്നില്ലേലും കുഴപ്പമില്ല, ആരും വന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതി. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അതിലേക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിച്ചു നോക്കിയേ, മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ബൈബിൾ പറയുന്നു, പ്രവചിക്കുന്നവനോ, പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ പറ്റി വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം. പ്രവചിക്കുക. ഇപ്പം 20 വർഷം മുമ്പ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രവചനമല്ല. 20 വർഷം മുമ്പ് ആ സഹോദരി വീട്ടിൽ നിന്ന് വിട്ടുപോയത്, ആ വീടിൻ്റെ അകത്തുനിന്ന് അവർക്കുണ്ടായ ദുരിതങ്ങള്, അവരെ വീട് വിട്ടു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തി, ആ സഹോദരന്റെ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തി കർത്താവ്, അത് പ്രവചനമല്ല. പകരം അതിന് പറയുന്ന പേരാണ് കൃപാവരങ്ങളിൽ ഒന്നാമത്തെ കൃപാവരം വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ വചനമെന്ന് പറയും. പക്ഷെ അത് ജ്ഞാനവചനമല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കാണുവാനുള്ള കൃപാവരമാണ് വേർഡ് ഓഫ് വിസ്ഡം. രണ്ടാമത് പറഞ്ഞതാണ് പ്രവചനം. അതായത് എന്താ പ്രവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കേട്ടതിന് ശേഷം വീണ്ടും ദൈവം നിങ്ങളെ അവിടെ സാക്ഷ്യമാക്കി കൊണ്ടുപോകുവാൻ വേണ്ടി പോകുന്നു. ഇതാണ് പ്രവചനം. അപ്പൊ പ്രവചനപരവും വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വചനവും ഒരേപോലെ പ്രവർത്തിച്ചതാണ് നിങ്ങൾ കേട്ട സാക്ഷികളൊക്കെ. അപ്പൊ ഇതിൽ നമ്മുടെ കൂട്ടായ്മയിൽ പലപ്പോഴും നടക്കുന്നത് ഈ 2 കൃപാവരങ്ങളാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെ വളരാൻ പറ്റും? നിങ്ങൾ എപ്പോഴും ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ബ്രദർ എന്തെങ്കിലും ആലോചന പറയണേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ കൂട്ടി മൊത്തം നമ്മുടെ പ്രയർ ലൈനും എല്ലാം കൂട്ടി ഏകദേശം ഒരു, ഞാൻ അങ്ങോട്ടോട് സംസാരിച്ച മനസ്സിലായത് ഒരു 100-400ഓളം കോൾ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കി, ഒരു ദിവസം അത്രത്തോളം മെസ്സേജുകളും കോളുകളും വന്നുകൊണ്ടിരിക്കുക, ഫോണിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക, വാട്സാപ്പിൽ മാത്രം അല്ലെങ്കിൽ കോളിലും എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇത്രയും കോളുകൾക്ക് വിളിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവിനെ തുറന്നു കിട്ടിയാൽ എത്ര അനുഗ്രഹമാണ്. ആമേൻ. ഇവിടെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷയിൽ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ, ബൈബിൾ പറയുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ടു വരും. മർമ്മങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മർമ്മം എന്ന് പറയുന്നത്.
മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതാണ് മർമ്മം. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുക, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു അനുഗ്രഹം എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ആശ്വാസം എനിക്ക് കാണാൻ. ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാനത് നമ്മളെ അന്യഭാഷ ഫുൾ ഡേ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച നമ്മുടെ UK പ്രയറിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ, അതായത് ഒരു ഫുൾ ഡേ എന്ന് വെച്ചാൽ എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു ചലഞ്ചാണ് കാര്യം. പ്രത്യേകിച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മീറ്റിംഗ് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കഷ്ടപ്പെട്ടാണ് സൂം മീറ്റിംഗിൽ 1 മണിക്കൂർ ഇരിക്കുന്നത് തന്നെ അല്ലേ. പ്രത്യേകിച്ച് ഞായറാഴ്ച സഭാരാധനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ധൃതിയല്ലേ, എങ്ങനെയെങ്കിലും 12 മണിയാകുമ്പം 12:30 ആകുമ്പോൾ പെട്ടെന്ന് ഓടി വീട്ടിലെത്തണം. അപ്പോൾ അതേ സ്ഥാനത്ത് രാവിലെ പ്രാർത്ഥന 10:30, 11 മണി, 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ തുടർച്ചയായിട്ടൊരു 5 മണി വരെ പോവാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഒരു ചലഞ്ചാണ്. പക്ഷെ കർത്താവ് അങ്ങനെ ഒരു നിയോഗം തന്നുകൊണ്ട് അത് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു നിന്നപ്പോൾ ഒരു സങ്കടമായിരുന്നു. ആമേൻ. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൂടെ പ്രാർത്ഥിച്ചവരുടെ ഉള്ളിൽ വലിയ മർമ്മങ്ങൾ തുറന്നു വന്നു. വലിയ മർമ്മങ്ങളെ കർത്താവ് തുറക്കുകയാണ്. എങ്ങനെയാ തുറക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യം നോക്കി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് അപ്പൊ ആ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുകയാണ്, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കി 7 മണിക്കൂർ. ഞാനത് മണിക്കൂർ എടുത്ത് പറയാൻ കാരണം നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തും. എങ്ങനെയാ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന അറിയാമോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കണം അറിയുന്നത്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എൻ്റെ ജോലിയിലെ വിഷയം മാറണം, എൻ്റെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ വിഷയം മാറണം, എൻ്റെ മക്കളുടെ ഭാവി നേരെയാകണം, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ കടഭാരം മാറണം, എൻ്റെ ചിട്ടി അടിക്കണം, എൻ്റെ ജീവിതം മാറണം, എൻ്റെ വീട് പണിയണം, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൻ്റെ പിന്നിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സമുണ്ടെന്നും അത് തടസ്സം എവിടെയാണെന്നും എവിടെയാണ് നിങ്ങളുടെ തടസ്സമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഞാൻ ചോദിച്ചോട്ടെ, എവിടെയൊക്കെയോ തടസ്സം ഉണ്ടെന്ന് മനസ്സിലായി, അത് എവിടെയാ തടസ്സമെന്ന് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ദൈവസ്ഥാനത്ത് നിങ്ങളുടെ വിഷയങ്ങൾ പറയും തോറും തടസ്സങ്ങൾ അവിടെ സേഫ് ആയിട്ടിരിക്കും. നിങ്ങളെ വാക്ക് നോക്കി, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കുക. അപ്പൊ ഈ വേണ്ടുന്നത് പോലെ എന്ന വാക്ക് ഒരു നല്ല മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തന്നെ. വേണ്ടുന്നത് പോലെ എന്ന വാക്കിനൊരു നല്ല മലയാളം പറഞ്ഞു തന്നെ. വേണ്ടുന്നത് പോലെ, ആവശ്യമായ കാര്യങ്ങൾ ആവശ്യം പോലെ, അറിഞ്ഞു പ്രാർത്ഥിക്കണം. ആവശ്യം പോലെ കൃത്യതയോടെ ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞു നമുക്ക് ആവശ്യം വേണ്ടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമായ രീതിയിൽ ശരിയാവണം. അത് നല്ല ഉത്തരവാണ്. ഡോക്ടർ അവക്കിട്ടുണ്ട്, ശരിയാവണ്ണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ തെറ്റായ ഏതോ ഒരു പാറ്റേണിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇടത്തോട്ട് പോകേണ്ട ഒരു വഴി ബോർഡ് അത് മറിഞ്ഞു പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു കിടക്കുക. ഒരു ആരോ മാർക്കാന്ന് വിചാരിച്ചു, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഇടത്തോട്ടായിരുന്നു പോകേണ്ടത്. കാറ്റടിച്ചപ്പോഴോ എന്തോ സംഭവിച്ചപ്പോഴോ തിരിഞ്ഞുപോയി. നിങ്ങൾ നേരെ അങ്ങ് പോയിട്ട് വലത്തോട്ടുള്ള ആരോയെ കണ്ടത്. നിങ്ങൾ ആ വഴിക്ക് നേരെ കൊട്ടാരക്കരയ്ക്ക് പോയി. പക്ഷെ ഇടത്തോട്ടായിരുന്നു കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടത്. തിരിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾ ഭയങ്കര ദൂരം പാട്ടൊക്കെ പാടി യാത്ര ചെയ്യുക. പക്ഷെ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന റൂട്ട് തെറ്റാ. ഓടിക്കുന്നതെല്ലാം ശരിയാണ്, ഡ്രൈവിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ റൂട്ട് തെറ്റാ. ഇവിടെ കുഴപ്പം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ നിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1 മണിക്കൂർ വേണേൽ പ്രാർത്ഥിക്കും അല്ലേ? ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കും, കുടുംബത്തെ ഓർത്ത് നല്ലതാണ്. പക്ഷേ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥന, വേണ്ടുന്നത് പോലെ ശരിയായ ഒരു പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല ഇപ്പോഴും. അതിന്റെ കാരണം നമ്മൾ കാണുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ പറയുവാണ്, ഞാൻ പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുപോവാണേ, നമ്മൾ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്. കർത്താവ് ഗദനദേശത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് 6000 ഭൂതമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അവനെ ചെങ്ങലക്കിട്ടേക്കുക. അവൻ ആ ചെങ്ങല എന്ത് ചെയ്യുന്ന വെച്ചിട്ട് കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇവനെ കണ്ട നാട്ടുകാർ പറഞ്ഞു, ചെറുക്കന് ഭ്രാന്താണ്. ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചു, ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, ഗുളിക കൊടുത്തു, മരുന്ന് കൊടുത്തു, ഇത് മാറുന്നില്ല. ബൈബിൾ പറയുന്നതിൽ ചെങ്ങലയൊക്കെ പൊട്ടിച്ചിട്ട് ഇവൻ ശവക്കല്ലറയിൽ പോയി കിടക്കുക. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഈ പുള്ളി എന്തോരം ചികിത്സ എടുത്തു, ഇവന്റെ ഭ്രാന്ത് മാറുന്നില്ല. യേശു വന്നിട്ട് പറഞ്ഞു, അവന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കി. നോക്കിക്കേ,
ഭൂതത്തെ പുറത്താക്കി. അപ്പൊ ഞാൻ ചോദിച്ചിട്ട്, കർത്താവേ, ഇത്രയും ഡോക്ടർമാരെ കാണിച്ചിട്ടും എന്നെ മാറാത്ത, ഡോക്ടർമാർ ചികിത്സിച്ച രോഗത്തെ യേശു ചെയ്തത്, രോഗത്തിന്റെ പിന്നിൽ എന്താണോ കാരണം, അവൻ റെഡിയാകാത്തത്, അവൻ നോർമൽ മനുഷ്യനാകാതെ എന്താണോ അതിന്റെ കാരണം, അതിനെ യേശു എന്ത് ചെയ്തു? അപ്പൊ യേശുവിന് എങ്ങനെ മനസ്സിലായി? ആത്മാവിനാൽ വെളിപ്പെട്ടു. അപ്പൊ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ വായടച്ചു വെക്കുക. നിങ്ങളുടെ മാനുഷിക മലയാളത്തിലുള്ള പ്രാർത്ഥന, ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന, ഏത് ലാംഗ്വേജാണ് ആ പ്രാർത്ഥന നിർത്തിയിട്ട് അന്യഭാഷയിൽ പറയാൻ തുടങ്ങുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്താ ആത്മാവ് സഹായിക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവ് തന്ന ഭാഷയായതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് സംസാരിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നു. ആത്മാവ് ഉച്ചരിപ്പിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു. നോക്കി, പരിശുദ്ധാത്മാവ് എന്നെ പക്ഷം ചേർന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ പ്രാപ്തി തരിക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് വിശ്വസിക്കുന്ന ഏവരും വിശുദ്ധന്മാരല്ലാതെ ലോകത്തിൽ കാണുന്നവരല്ല വിശുദ്ധന്മാര്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നിങ്ങളാണ് വിശുദ്ധന്മാര്. അവർ പറയുന്നു ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ആത്മാവിന്റെ ചിന്ത. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്കൊരു ചിന്ത തരും. നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ആത്മാവിൽ ഒരു അപ്ഡേഷനെ കർത്താവ് തരും, ഉത്തരങ്ങളെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ തടസ്സത്തെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് അതിൻ്റെ മേൽ ജയമെടുക്കുന്നുള്ളതിന്റെ എളുപ്പ മാർഗ വഴിയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ പക്ഷം ചേർന്ന് നമ്മളോട് വാദിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവഹിതത്തിൻ്റെ അകത്ത് ആ അനുഗ്രഹത്തെ കിട്ടാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പകർന്നു തരുന്നു. ഇതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വാക്യം നിങ്ങൾ നോക്കി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഈ മർമ്മങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ തുറക്കുകയാണ്. ഇപ്പൊ മർമ്മം എന്തുവാ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അന്യഭാഷയിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ, തുറക്കുവാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷാ പ്രാർത്ഥന. ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എൻ്റെ സാക്ഷികൾ ആകും. ഭൂമിയിലറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പൊ ഭൂമിയിലറ്റത്തോളം സാക്ഷികളാകുവാൻ ആഗ്രഹിക്കുന്നവര് ശക്തി ലഭിച്ച ഉടനെ, അപ്പോസ്തലന്മാർ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു. അറേബ്യരുടെയും മേദ്യരുടെയും മെസപ്പൊട്ടോമിയരുടെയും ഭാഷയിൽ ആദ്യം സംസാരിച്ചത്. പിന്നെ അവർ ദൂതന്മാർ, പൗലോസ് പറഞ്ഞ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. പിന്നെ പറയുന്നു ആർക്കും അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നു, ദൈവത്തിന് മാത്രം അറിയാവുന്ന. അപ്പൊ അന്യഭാഷയുടെ റേഞ്ച് നോക്കി. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീ ഒരു വാക്ക് നിങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണല്ലേ, ഈ വാക്യം നോക്കി, അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ആത്മീക വർധനവ് നിങ്ങളകത്ത് ആത്മീയമായി എന്ത് ഈ ആത്മീയ വർധനം എന്ന് പറയാവോ? മർമ്മങ്ങൾ വെളിപ്പെട്ടു വരുന്നു. തടസ്സം മാറണേ, തടസ്സം മാറണേ, തടസ്സം മാറണേ, തടസ്സം മാറണേ. എവിടെ തടസ്സം മാറാൻ? തടസ്സം മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മീക സ്പിരിച്വലി നിങ്ങൾ സ്ട്രോങ് ആയാൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് 10 കിലോയുടെ അരിച്ചാക്കെടുത്ത് തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നടുവൊടിഞ്ഞ് താഴോട്ട് വീഴും അല്ലേ? കാര്യം എന്തുവാ? നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ സ്ട്രെങ്ത് അല്ല. ഫിസിക്കലി സ്ട്രെങ്ത് അല്ലാത്തത് കൊണ്ട് തലയിലേക്ക് ഒരു 10 കിലോയുടെ അരിച്ചാക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 കിലോയുടെ അരിച്ചാക്ക് കൈ തന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞു കുത്തി താഴോട്ട് വീഴും. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് 5 കിലോയുടെ അരിച്ചാക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എൻ്റെ കാര്യം എന്താ? വളർച്ചയുണ്ടായി. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വളർച്ചയുണ്ടാവും. ആത്മീക വളർച്ച, ആത്മീക വളർച്ച ഉണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ നേരെ ഇന്നലെ വരെ നിന്ന പലരും നിൽക്കാൻ പറ്റാത്തവരും
നിങ്ങൾ നോക്കി അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പോകുന്ന വഴിയിൽ നിഴലെങ്കിലും തട്ടിയാൽ രോഗി സൗഖ്യമാകേണ്ടതിന് അനേകരിങ്ങനെ കിടക്കുക. അപ്പൊ പത്രോസ്ലീഹയുടെ നിഴലേ വരെ സൗഖ്യമാ. ഇന്നലെ ഇതേ പത്രോസ്ലീഹ പറഞ്ഞ, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റിയില്ല എന്ന് വന്ന് സങ്കടം പറഞ്ഞ ആള്. യേശു പറഞ്ഞില്ല അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് കർത്താവ് ദേഷ്യപ്പെട്ടില്ലേ? ഇതേ അപ്പോസ്തലനല്ലേ പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 5-ാം സഹോദരിയ വാക്യം ഇട്ടിട്ടുണ്ടല്ലേ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം പെട്ടെന്ന് നോക്കി. അവന്റെ നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യമാകാൻ. നോക്കി 15-ാമത്തെ വാക്യം നോക്കി. രോഗികൾ നോക്കി, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു. രോഗികൾ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുന്ന വഴിയിൽ അവന്റെ നിഴലെങ്കിലും അവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിലും വിരിപ്പുകളിലും കിടക്കമേലും കിടത്തും. ഇപ്പൊ നാലിച്ച് നോക്കി, ഒരാളുടെ നിഴലേ വരെ രോഗസൗഖ്യം. ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക്? നമ്മൾ നിഴലിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിഴലിനെ നമ്മൾ വല്ലപ്പോഴും മൈൻഡ്, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിഴലിനെ പോലും നമ്മൾ നോക്കാറില്ല അല്ലേ? ആ നിഴലിന് വേറെ രോഗസൗഖ്യം ഉണ്ടാവും. അപ്പോസ്തലപ്രവൃത്തിയിൽ മറ്റു ഭാഗത്ത് പറഞ്ഞത് പത്രോസ്ലീഹയുടെ റൂമാല്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തൂവാലയിൽ വരെ സൗഖ്യം നടന്നു. അപ്പൊ നിഴൽ അടിച്ചു വരെ രോഗി സൗഖ്യമായി. ബ്രദർ, ഇതൊക്കെ ഞങ്ങളോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ കടഭാരം മാറാൻ, രോഗം മാറാൻ വേണ്ടി ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് മാറ്റം ഉണ്ടായാൽ പുറത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും എന്നിട്ട് നിങ്ങളൊരു ആമേൻ പറഞ്ഞാൽ മതി, അത്ഭുതമാണ്. പിന്നെ നിങ്ങൾ വലിയ പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല. വലിയ ദൈവപ്രവർത്തികൾ അവിടെ ഉണ്ടായി വരുവാൻ ഇടയായിത്തീരും. പക്ഷെ നമ്മൾ പറയുന്നത് നമുക്ക് ഇങ്ങനെ സമയമില്ലാത്ത വരുന്നവർക്ക് വേണ്ടിയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള. ചിലരോട് പറയാം, അതേ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയാൽ 1 മിനിറ്റ് കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തോട് 1 മിനിറ്റ് പോലും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ഒരു സ്പിരിച്വൽ വാർഫെയർ. അതുകൊണ്ട് പലപ്പോഴും എന്നാ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തികൾ വരാതെ വണ്ണം പല തടസ്സങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനെ ബ്രേക്ക് ചെയ്യുവാൻ, അതിനെ ബ്ലോക്ക് ചെയ്ത് കയറിപ്പോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷാ പ്രാർത്ഥന, ഇപ്പം എനിക്ക് തോന്നുന്നത് 100-150 പേരോ ഉള്ളൂ, അല്ലെങ്കിൽ 100 പേര് താഴെ ആൾക്കാരുള്ളൂ അന്യഭാഷ പ്രാർത്ഥിക്കാൻ വേണ്ടി ദിവസവും വരുന്നുള്ളൂ. വർദ്ധിക്കട്ടെ. ആഗ്രഹത്തോടെ വന്ന് കയറ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ പകർച്ച ഉണ്ടാവും. വരും ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ UK ടൈമിൽ അടുത്ത ദിവസം ബുധനോ വ്യാഴോ വെള്ളി, ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം UK ടൈമാണ്. രാത്രിയിൽ സൂമിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ അന്യഭാഷാ പ്രാർത്ഥന വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാ ആഴ്ചയിലും ഇങ്ങനെ വ്യത്യാസത്തിൽ നടക്കുന്നതാണ്. എല്ലാ ആഴ്ചയും നടക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ UK ടൈം ആയതുകൊണ്ട് രാത്രിയിൽ ഇന്ത്യൻ സമയം വരുന്നത്. അപ്പം നമുക്ക് വേണ്ടി വരും ദിവസം ഇതുപോലെ പിന്നെയും ഒരു അന്യഭാഷാ പ്രാർത്ഥന വെക്കുന്നുണ്ട്. എന്തിനാ ഞാൻ ഈ അന്യഭാഷാ പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുന്നറിയാവോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളത്തിൽ ദൈവഹിതത്തെ വെളിപ്പെട്ട് വരും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. രോഗാവസ്ഥയിലേക്ക് ഇരിക്കുന്നവരൊക്കെ ചുമ്മാ അന്യഭാഷ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ആ രോഗം വേരോടെ പറഞ്ഞു പോയിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് പിന്നെ കടം മാറാനും പ്രതികൂലം മാറാനൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പിന്നെ ഒരു പ്രാർത്ഥന പോലും നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അത് ഒരുക്കുവാൻ നിങ്ങളെ കർത്താവ് ഇടയാക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ, വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഉള്ളത്തിൽ റോഷൻ എന്ന് പറയുന്ന ഒരു മോനെ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. റോഷൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. ആ മകനുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മോനുള്ളതാരാ? എന്റെ മോൻ റോഷൻ. അവന് ജോലിയൊന്നും ആയില്ല, ഭാരപ്പെട്ടിരിക്കുക. താങ്കളുടെ മോനല്ല ചോദിച്ചത്, മോനാണ്. ആ കൂട്ടത്തിൽ ഞാൻ കുടുംബത്തിന്റെ അകത്തൊരു മോളെയും കാണുന്നുണ്ട്. ആ കുടുംബത്തില് യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്ന വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു.
യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കട്ടെ. വലിയൊരു അത്ഭുതമായി കർത്താവ് മാറ്റട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ സകല കാര്യങ്ങളും ദൈവമേ അങ്ങ് അത്ഭുതമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ, ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു വീടിനോട് ചേർന്ന് തന്നെ ഒരു കണ്ടം സ്ഥലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവിൻ്റെ ഉള്ളത്തിൽ വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വീടിനോട് ചേർന്ന് തന്നെ ഒരു കണ്ടമുണ്ട്. ആ ഒരു സ്ഥലത്ത് വർഗീസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. എൻ്റെ കർത്താവ് ഒരു വാക്കിനെ പറയാണ്, മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആലോചന ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ട് പറഞ്ഞു. ബ്രദറെ, അത് ഞങ്ങളുടെ ഭവനമാണ്. ഈ അതായത് വർഗീസ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ കണ്ടമാണ്. ചാച്ചന്റെ പേരാണ് വർഗീസ് എന്ന് പറഞ്ഞത്. ചാച്ചൻ മരിച്ചു പോയതാ. ഇപ്പം പണ്ട് ചാച്ചന്റെ ജോണി പേരിലായിരുന്നോ? എന്നും പറഞ്ഞോണ്ടൊരു ചാച്ചന്റെ പേരിലായിരുന്നു. ചാച്ചൻ ഇപ്പൊ മരിച്ചുപോയി. എന്റെ ജോണി എന്നും പറഞ്ഞോണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന എന്ന് പറഞ്ഞ അല്ല ബ്രദർ പറഞ്ഞായിരുന്നു. 2 പ്രാവശ്യം ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതും റെഡിയാകാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. അത്ഭുതമായി തീരാൻ വേണ്ടി പോസ്റ്റർ വലിയൊരു ദൈവപ്രവൃത്തിയോടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മൽപ്പിടുത്തം ഇന്ന് യേശുവിന്റെ നാമത്തിലൂടെ ഇന്ന് മാറിപ്പോകുന്നു. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യം ഇന്ന് തുറന്നു വരട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് ചെയ്യട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക്. അതുപോലെ തന്നെ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഈ ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സഹോദരിയും കൂടെ കർത്താവ് എന്നെ കാണുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സമായി നിൽക്കുന്ന ആളുകളായിട്ട് പറഞ്ഞു. സിസ്റ്ററെ, മോനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തെ സ്പർശിക്കുകയാണ്. സകലവിധമായ തടസ്സങ്ങളെ നീക്കി ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഇങ്ങനെ ഒരു വാക്ക് കർത്താവ് എന്നെ കേൾക്കുവാണ്. ഈ പുത്തോരം എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വീടിനോട് ചേർന്ന്, അതായത് 2 വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ അതിൻ്റെ വലതുവശത്ത് ഒരു പറമ്പാണ്. ഇടതുവശത്ത്, അതായത് വീടിൻ്റെ പുറത്തേക്ക് ഒരു വ്യക്തി പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വലതുവശത്ത് പറമ്പും ഇടതുവശത്ത് ഒരു വീട് അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, 4 വർഷമായിട്ടുള്ളൊരു തടസ്സമായി നിൽക്കുന്ന വിഷയം, വലിയൊരു ഭാരമായി നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ വലിയൊരു സാക്ഷ്യമായി കർത്താവ് അത് തീർക്കട്ടെ. വലിയൊരു അത്ഭുതമായി കർത്താവ് അത് മാറ്റട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിക്കുന്നത്, അതായത് ആ ഒരു ഭവനത്തിൻ്റെ അകത്തോട്ട് ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഫുട്ബോളിൻ്റെ ഒരു ട്രോഫി, ഫുട്ബോൾ കളിച്ചിട്ട് എന്തോ ലഭിച്ചിരിക്കുന്ന പോലെ ഒരു ട്രോഫി
അങ്ങനെ ലഭിക്കുന്നതായിട്ടില്ല, കളിച്ച് ജയിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ട്രോഫി, ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ള ഡിസൈനിലുള്ള ഒരു ട്രോഫി വീടിൻ്റെ അകത്ത് കയറി വരുന്നത് തന്നെ ഹോളിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ മേൽ 2 തലമുറകളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സാക്ഷ്യത്തിനായിട്ട് ദൈവം ആ തലമുറകളെ ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ. സകലവിധമാകുന്ന വിഷയത്തിന് എന്റെ മേൽ വീട്ടിലാ ബ്രദറെ, ശിശുയുടെ ഭവനത്തിലും എന്റെ വീട്ടിലാ അത്. ഈ പറഞ്ഞ ഇതിരിക്കുന്ന എന്റെ ഭവനത്തിലാ മോൻ മേടിച്ച ട്രോഫിയാണ്. ഈ ഫുട്ബോൾ രണ്ട് മക്കളും ഉണ്ട്. മോനിപ്പോ SLCയുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മോള് തലമുറ ജർമ്മനിക്ക് പോകാൻ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ബ്രദറെ. ആ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. ആ തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോട്ടെ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നത്, അതായത് ഒരു വീടിൻ്റെ അവിടുന്ന് ഒരു വഴിസീഡ് എന്ന് പറഞ്ഞ ഒരു കയറ്റമാണ്. ആ കയറ്റം കയറി വന്നിട്ട് വലതുവശത്തോട്ടൊരു ചെറിയൊരു വഴിയുണ്ട്. ഒരു ബൈക്ക് കയറി പോകാൻ പറ്റുന്ന വഴിയുണ്ട്. ഓട്ടോറിക്ഷയൊക്കെ വരും. ആ വഴി കുറച്ചും കൂടെ കയറി വന്നിട്ട് പിന്നെ വരുന്ന വഴി തന്നെ വലത്തോട്ട് ഇറങ്ങി, ആ കയറ്റം കയറിയിട്ട് ആദ്യം കാണുന്ന വലത്തോട്ടൊരു ചെറിയ പോക്കറ്റ് റോഡിലോട്ട് കയറുന്നു. അവിടെ നിന്ന് കയറിയിട്ട് പിന്നെയും വലത്തോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഭവനത്തിൻ്റെ അകത്തൊരു ആട്ടിൻകൂട് പോലൊരു സംഭവം, ആട്ടിൻകൂടാണത്തൊരു ഷെഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ വീടിൻ്റെ ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുവശത്ത് ചെറിയൊരു ഷെഡ് പോലെ കാണാൻ പറ്റും. വീടിനോട് ചേർന്ന് തന്നെ അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്ക് പറയാണ്, ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ ഭവനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിലുള്ള വ്യക്തികളെ എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി, ബിനു എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിൻ്റെ സാക്ഷ്യമായി തീരട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി തീർക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ വ്യക്തി അനുഗ്രഹത്തെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് കർത്താവ് നമ്മളെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി പിതാവേ, ഞങ്ങളുടെ വലിയ മഹത്വത്തിന് നന്ദി പറയുന്നപ്പ. ഞങ്ങൾ ഓരോ വ്യക്തിനെ പറയാൻ വേണ്ടിയാണ് ഇഷ്ടം മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി കർത്താവ്. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു, കർത്താവ് എൻ്റെ വേദനകളെ വഹിച്ചതാണ്. ഈ നിമിഷം അത്ഭുതകരമായ രോഗസൗഖ്യം, അത്ഭുതകരമായ സൗഖ്യം നിങ്ങളുടെ മേൽ നിറയട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ വ്യത്യാസം സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യമായി തീരട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതമായി മാറട്ടെ. ഈ നിമിഷം തന്നെ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, കർത്താവിൻ്റെ അത്ഭുതത്തെ ഞാൻ ഇന്ന് സ്വീകരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇന്ന് കടഭാരത്താലും വേദനയാലും സമാധാനമില്ലാതെ അലയുന്നവർക്കെല്ലാം വേണ്ടി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർ അവസ്ഥകൾ അത്ഭുതമാകട്ടെ, അവർ വേദനകൾ അത്ഭുതമാകട്ടെ, അവർ എല്ലാ ബുദ്ധിമുട്ടുകളും സാക്ഷ്യമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ, വലിയ നന്മകളാൽ സ്വർഗം തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ, വലിയ പ്രവൃത്തികളാൽ ദൈവം നടക്കുന്നതിന് നന്ദി പറയുന്നപ്പ, ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, സ്വർഗത്തിലെ ദൈവം അവരെല്ലാവരുടെ മേലും സാക്ഷ്യമായി തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ, അത്ഭുത സാക്ഷ്യമായിട്ട് സ്വർഗം മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഞാൻ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ഈ കൂട്ടത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും.
എന്നെ വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൽപ്പിക്കും, ഒരു പൈസ പോലും പാഴാകാതെ, ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകാതെ മേൽക്കുമേൽ സമൃദ്ധി ഉണ്ടാകട്ടെ. വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുത്ത സമൃദ്ധിക്കും നന്മയ്ക്കും നന്ദി പറയുന്നു. അപ്പൊ ഇനിയും ഇനിയും മേൽക്കുമേൽ വർദ്ധിച്ചു പെരുകട്ടെ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയം ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ മൈക്കുകളെ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. പറഞ്ഞാട്ടെ. സാക്ഷിയുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദർ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ബ്രദറെ, ഞാൻ ബ്രദറിന്റെ ഈ പ്രയറിൽ കയറി വചനം വെച്ച് പ്രാർത്ഥിച്ച് എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അനേകർ യേശുവിനെ അറിയണമെന്ന്. ഞാൻ ഈ ബ്രദറിന്റെ പ്രയറിൽ നിന്ന് കേട്ട ഈ അറിവ് വെച്ചിട്ട് എന്റെ ദേശത്ത് എനിക്ക് അറിയാവുന്നവരെയൊക്കെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഈ 25-ാം തീയതി ഒരു ഈസ്റ്റർ പാർട്ടി നടത്തുന്നുണ്ട്, വരണമെന്ന് പറഞ്ഞ് 30 പേര് വരുവാനിടയായി. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സഭയിലെ പാസ്റ്ററെ വിളിക്കാനും അവിടുന്ന് കുറച്ചു പേര് വന്ന് അത് ലീഡ് ചെയ്ത് അവരോട് യേശുവിനെ പറ്റി പറയുവാനും അവര് യേശുവിനെ ഏറ്റെടുക്കാനും ഒക്കെ ഇടയായി. അത് വലിയൊരു സാക്ഷിയായിട്ട് ഞാൻ പറയാണ് ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമായ ഭവനം മാറട്ടെ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അനേകർ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ ലഭിക്കുന്ന ഭവനങ്ങളായിട്ട് നമ്മൾ എല്ലാവരുടെയും ഭവനം മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എന്റെ മോനെ ബ്രദറെ 5 വയസ്സാണ്. ശനിയാഴ്ച മോന് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ഭയങ്കര വേദനയും ചുമന്ന് തടിച്ച് മോന് മൂത്രം പോകുന്നില്ലായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ബ്രദറെ, അങ്ങനെ ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. മോനെ കൊണ്ടും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ മോൻ ടോയ്ലറ്റിൽ പോയി നല്ലതുപോലെ മൂത്രവും ഒഴിച്ച് അവന്റെ വേദനയും ആ പഴുപ്പിന്റെയും ചുവപ്പിന്റെയും ഒക്കെ ആ ഭാഗം അങ്ങ് മാറി ബ്രദറെ. എന്റെ മോനാണ് ഇപ്പം ബ്രദറിന്റെ അടുത്ത് പറഞ്ഞത്. അങ്കിളെ, എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. എന്ത് പറ്റിയതായിരുന്നു മോളെ? പിന്നെ മോനാണ് ബ്രദറെ, 5 വയസ്സായ മോന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, ദൈവം പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സൗഖ്യം ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദർ, ഒരു സാക്ഷ്യം, ഒരാലോചന ഇപ്പൊ പറഞ്ഞോട്ടെ, ദൈവനാമത്തില് പറഞ്ഞു പറഞ്ഞോട്ടെ. മിസ്റ്റർ. ഇപ്പൊ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കയറി വരും വലത്തെ സൈഡില് അടുത്തിരിക്കുന്ന ഒരു വീട്, ഇടത്തെ സൈഡിൽ ഒരു പറമ്പെന്ന് പറഞ്ഞില്ലേ, 4 വർഷമായിട്ട് ഒരു വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നു പറഞ്ഞില്ലേ. അതെന്റെ ഇതാണ്, എന്റെ പേര് ശ്രുതി. കർത്താവ് അത് കണ്ടു കേട്ടോ. ഭവനത്തെ വലിയൊരു ദൈവപ്രവൃത്തി വരാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, വചനത്തിൽ ബലപ്പെട്ടിരിക്കുക. വലിയൊരു സാക്ഷ്യം കർത്താവ് അത് തുറക്കാൻ വേണ്ടി 4 വർഷമായിട്ട് നടക്കാത്ത കാര്യം സംഭവിക്കാൻ വേണ്ടി കേട്ടോ. 4 വർഷമായിട്ട് വളരെ ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവ് തൊട്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആരെങ്കിലുണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ബ്രദർ പറഞ്ഞില്ലേ പ്രാർത്ഥിക്ക്, രോഗമുള്ളിടത്ത്. എൻ്റെ ഇടത്തെ കാലിന്റെ മുട്ടിന് വേദനയായിരുന്നു. എനിക്ക് കാല് മടക്കാൻ പറ്റുന്നില്ലായിരുന്നു, ചമ്രം മടഞ്ഞിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സൗഖ്യമായി. എത്ര നാളത്തെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് കുറെ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇന്ന് സൗഖ്യം വേണം, ഇന്ന് സൗഖ്യം വേണമെന്ന്. അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അതെനിക്ക് സൗഖ്യമായി. ഇന്ന് എനിക്ക് വിടുതൽ കിട്ടി. ദൈവം തമ്പുരാൻ എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന് നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി. നന്ദി കർത്താവ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് പ്രിയസുവാദം ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കൈവച്ച് വിശ്വസിച്ച് ആ രോഗസൗഖ്യ പ്രാർത്ഥന ഏറ്റെടുത്തു. കർത്താവ് തുറന്ന സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ബ്രദർ, ഒരു മാസം മുമ്പ് ഞാനൊരു കസിന്റെ വീട്ടിൽ ചെന്ന്, ബ്രദറിന് കസിന് മിനി എന്ന പേര്, ക്യാൻസർ ആണ്. അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നത്, ഈ മകളുടെ പ്രശ്നവും വീട്ടിലെ എല്ലാ കാര്യം കൂടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവർക്ക് 2 പേർക്കും പ്രാർത്ഥിച്ചു.
ഞാൻ അവിടുന്ന് പോന്നു. ഈ ഇന്നലെ എന്നെ തിരിച്ചു വിളിച്ചു ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ചെന്നപ്പോ എന്നോട് പറയുന്നു, അന്ന് പ്രാർത്ഥിച്ചപ്പോ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ പോണ പോലെ അവർക്ക് ഫീൽ ചെയ്തു. അമ്മയ്ക്ക്, മോൾക്ക് സൗഖ്യം ആയിട്ടില്ല, എന്നാലും എന്തോ വ്യത്യാസം ഉണ്ടെന്ന് അവര് പറയണു. ദൈവനാമത്തിന് മഹത്വം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് ബലം തന്നതിന്, ബ്രദറിലൂടെ ബലം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ സാക്ഷ്യം ഉണ്ടായി. പറഞ്ഞ പോലെ തന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ ശരീരത്തിൽ നിന്ന് രോഗശക്തി വിട്ടുപോയി. ഈ ദിവസങ്ങളിൽ വലിയൊരു സാക്ഷ്യമായിട്ട് അത് കാണും. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. ഫുട്ബോളിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ബ്രദറെ, അത് ഞാനും ഏറ്റെടുക്കുന്ന. എന്റെ മക്കൾക്ക് 2 പേർക്ക് ഒരുപാട് തടസ്സങ്ങളാണ്. 4-ാം തീയതി ഒരു പരീക്ഷ എഴുതുന്നുണ്ട്, അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി. ഗോഡ് ബ്ലസ് യു കേട്ടോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ കാലില് 2 ചെരുപ്പിടുന്ന 2 സൈഡില് വള്ളി മുട്ടുന്ന സൈഡില് 2 സൈഡും ഇങ്ങനെ ഒരു തഴമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് വേദനയുണ്ടായിരുന്നേ, നല്ല പാടും ഉണ്ടായിരുന്നു. ഞാനത് കൈവച്ച് ഇങ്ങനെ തിരുമുറിവിനാൽ സൗഖ്യം വന്നു, ഈ പാടെല്ലാം മാറിപ്പോയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചവിട്ടുമ്പോ കാലൊക്കെ വേദനയുണ്ടായിരുന്നു, ചെരുപ്പിടുമ്പോഴൊക്കെ. ഇപ്പൊ ആ പാടും മാറിപ്പോയി, വേദനയും ഇല്ല. ആമേൻ. കർത്താവ് 3-4 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം ബുദ്ധിമുട്ടായിരുന്നു. ആ പാടുപോലും ഇവിടുന്ന് മാറിപ്പോയി. 3 വർഷമായിട്ടുണ്ടായിരുന്നത് കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ഞാന് ബ്രദറെ റോഷന്റെ ആലോചന പറഞ്ഞായിരുന്നല്ലോ. റോഷന്റെ മമ്മിയാണ് UK മാഞ്ചസ്റ്ററിൽ നിന്ന്. മോൻ ഇവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അവന് ജോലി കിട്ടിയില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ജനുവരി നാട്ടിൽ പോയിരിക്കുകയാണ്. തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എനിക്കൊരു മോളും ഉണ്ട്. ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഈ ദിവസം കർത്താവ് ആലോചനയോട് ഇടപെട്ടതാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് കാണിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. എന്റെ മോള് US മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുവാണ്. ഒരു ജോലിക്ക് വേണ്ടി 6 മാസം കൊണ്ട് നോക്കുവാണ് ബ്രദറെ. ഇതുവരെ ഒന്നും കിട്ടിയില്ല. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നന്ദി പറഞ്ഞത് കർത്താവ് മോൾക്ക് വേണ്ടി ആ വഴി തുറന്നതിന് നന്ദി. ആ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഈ ദിവസങ്ങളിൽ അത് കാണാൻ പറ്റും കേട്ടോ. യേശുവിന് അതൊക്കെ അതുപോലെ തന്നെ പറയുക. അത് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് കാണിക്കും. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഞാൻ ഏകദേശം 1 മാസം ആയതേ ഉള്ളൂ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ബ്രദറെ, ഇങ്ങനെ ദൈവാലോചനകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. ഇത് സത്യമാണോ എന്ന് പോലും ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ ദൈവം എന്നോടൊന്ന് ഇടപെടണം. അങ്ങനെ ഞാനിങ്ങനെ വചനം വെച്ചു, ഇങ്ങനെ കേട്ടു, അങ്ങനെ ഇവിടെ ഇരിക്കും. അപ്പം കുറച്ച് ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നോടൊന്നും ഇടപെടത്തില്ലായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച 2 ദിവസം അടുപ്പിച്ച് ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം ബ്രദർ പറഞ്ഞു. അപ്പൊ മകൾക്ക് ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് മാറും എന്നുള്ള വിഷയം അത് 2ാമത്തെ ദിവസമാണ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ആഴ്ച മോൾക്ക് പിന്നെ ഒരു വർഷമായിട്ട് അവൾ UK-യിലാണ്. അപ്പൊ കോഴ്സ് കഴിഞ്ഞു, പക്ഷെ ജോലിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. അവൾ പഠിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ജോലിയൊന്നും കിട്ടുന്നില്ല. ഏത് ജോലിക്ക് കുറേയധികം ജോലിക്ക് ട്രൈ ചെയ്തു, പിന്നെ കൊടുത്ത് ഇന്റർവ്യൂവിനൊന്നും വിളിക്കുന്നൊന്നുമില്ല. അപ്പൊ പാസ്റ്റർ ആലോചന പറഞ്ഞ 2 ദിവസത്തിന് ശേഷം അവൾ പഠിച്ച കോഴ്സല്ല, ഒരു ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ അവര് ട്രെയിനിങ്ങിന് വേണ്ടി അവളെ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ട്രെയിനിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. വളരെയധികം നന്ദിയുണ്ട് പാസ്റ്ററിനോടും. തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററിനകത്ത് കയറിയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളെയാണ് കർത്താവ് നമ്മുടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയസ്തമാണ് വലിയ ഭാരവും സംശയം ഉണ്ടായ കാര്യം വെച്ചാൽ ഇത് ദൈവപ്രവൃത്തി തന്നെയാണോ
അത് കർത്താവിൻ്റെ ജീവിതത്തിൽ ആ മകളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടപെട്ടു. വ്യക്തിപരമായി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് ഒരു സാക്ഷ്യവും ചെയ്തു, ആലോചനയും കർത്താവ് കൊടുത്തു. ഈ മുന്നോട്ട് കർത്താവ് സിസ്റ്റർ വിശ്വാസത്തിൽ സിസ്റ്റർ ബലപ്പെടുക, കർത്താവിൻ്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുക. വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ സാറ്റർഡേ ബ്രദർ പറഞ്ഞായിരുന്നു സീമ എന്നൊരു സഹോദരിയെ ദൈവാത്മാവ് തൊടുന്നെന്ന്. സീമ എന്ന സഹോദരിക്ക് 3 ബ്രദർ ഉണ്ട്. അതിന്റെ നടുവിലാണ് സീമ എന്നും. വളരെ ഭാരത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നെന്നും അവരുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും, വിശാലമായൊരു വാതില് തുറക്കാൻ പോകുമെന്നും പറഞ്ഞായിരുന്നു ബ്രദറെ. ഞാൻ വളരെ രോഗത്തിലൂടെ പ്രയാസപ്പെട്ട് കടന്നു പോകാറുണ്ട് ബ്രദറെ. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ദൈവം എന്നെ സൗഖ്യമാക്കി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് ഇനിയും അത്ഭുതങ്ങളെ നിറയ്ക്കുന്ന സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാനൊരു സാക്ഷ്യം ചോദിച്ചോട്ടെ? ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം പറഞ്ഞു തരുമോ? സിസ്റ്ററെ, ഇങ്ങനെ പറഞ്ഞാൽ മതി. 1 സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. സങ്കീർത്തനം 23. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ. സങ്കീർത്തനത്തിൽ പിന്നെയും പറയുന്നു. ഈ വചനങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്മ ലഭിക്കും കേട്ടോ. പിന്നെ ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ അകത്ത് വചനത്തിലുണ്ട്, യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. 28 അധ്യായം ആവർത്തന പുസ്തകം താഴേക്ക് വരുമ്പോൾ ഈ വാക്യങ്ങളെല്ലാം ഏറ്റു പറയുമ്പോൾ ബ്ലെസ്സിങ്ങളെ തുറക്കുന്ന വചനമാണ്, അനുഗ്രഹത്തെ തുറക്കുന്ന വചനമാണ്, വരുമാന മാർഗം. ഈ ആവർത്തന 28 ആരെങ്കിലും ആ വാക്യം ഒന്ന് കൊടുക്കാവോ? സങ്കീർത്തനത്തിൽ പറയുന്നു, സങ്കീർത്തനം 128 പറയുന്നു, എന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും. ഇതെല്ലാം ഉൽപ്പത്തി 3:19 നീ നിന്റെ വേർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങളെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഞാനീ പറയുന്നത്, അത് ആർക്കൊക്കെയാണോ ഈ ദിവസങ്ങളിൽ ആവശ്യമുള്ളത്, ജോലി, നന്മ, പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടത് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, വരുമാന മാർഗത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവവചനത്തിലൂടെ ആ നന്മകളൊക്കെ തുറക്കാൻ ഇടയത്തീരും. ആരെങ്കിലും ആ വാക്യങ്ങൾ എടുക്കുക, നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി. ആ വാക്യങ്ങൾ അവിടെ കാണാൻ പറ്റും. സൂമിന്റെ കമന്റ് ബോക്സ് ആണ്, യൂട്യൂബിലല്ല. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. വാക്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. വചനം എപ്പോഴും പറയുമ്പോൾ അതിന്റെ നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ നല്ല ശക്തിയുള്ളതാണെന്ന് ബ്രദർ പറഞ്ഞല്ലോ. അത് അനുഭവത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പ്രയർ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ വഴക്ക് പറഞ്ഞ് പ്രയറിന് പോകാത്ത എന്താന്ന് ഇവിടെ വീട്ടിൽ വഴക്ക് പറഞ്ഞായിരുന്നു. എന്നിട്ട് വന്നപ്പോൾ പിശാച് വരുന്നെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഹസ്ബൻഡിനെ ഞാൻ പറഞ്ഞു, ദൈവനാമത്തിൽ ദൈവനാമത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്, നന്മയും കരുണയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഒരു ഗിഫ്റ്റ് അടിച്ചു. അതിനകത്ത് ഞാൻ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. 8500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വിളിച്ച് കൊടുത്തു. തീർച്ചയായിട്ടും നമ്മള് നന്മയെ പറ്റി നമ്മൾ തുറന്നാൽ നമുക്ക് നന്മ തുറക്കും. കാര്യം പക്ഷെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വായിന്ന് അഥവാ നെഗറ്റീവ് വാക്കുകൾ വന്നു പോയാലും അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തോണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ നമുക്കത് നിസ്സാര പോലെ, ഞാൻ എല്ലാവരോടും പറയാം, നിസ്സാര പോലെ തോന്നിയാൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് സിസ്റ്റർ അനുഗ്രഹത്തെ പറഞ്ഞപ്പോൾ അനുഗ്രഹം വന്നെങ്കിൽ നമ്മൾ ദോഷം പറയരുത്. ദോഷം അഥവാ നമ്മൾ മനുഷ്യരാണ് അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ അപ്പൊ തന്നെ യേശുവിനെ അത് കർത്താവ് ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുമെന്ന് പറയണം. അത് ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ വല്ല അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. വലിയ പ്രവർത്തികൾ ദൈവം നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം.